പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർഗം ഉണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മാത്രമല്ല കൂടെയുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സ്വർഗം ഉണ്ടോ? ഉണ്ട്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ എല്ലാവരുടെയും സംശയമാണ് സ്വർഗം എന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. ഉൽപ്പത്തി 1:1 പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാലം മനുഷ്യബുദ്ധിക്ക് അജ്ഞാതമായ ഒന്നാണ്. സ്വർഗം എന്നുള്ളത് എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എങ്കിൽ സ്വർഗം എവിടെയാണ്? സ്വർഗം വടക്ക്, അതായത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ കൂടാരത്തിൽ. തെളിവിനായി യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. സ്വർഗം മേഘമണ്ഡലത്തിന് മുകളിലാണ്, അതായത് ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെയാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്. സ്വർഗം എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം. 3 സ്വർഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. 1-ാം സ്വർഗം മേഘങ്ങളുടെ മണ്ഡലം. ഉൽപ്പത്തി 1-ാം അധ്യായം അതിന്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും, മാത്രമല്ല ഇയ്യോബ് 26-ാം അധ്യായം 8-ലും 38-9-ലും സങ്കീർത്തനം 77-17, 18 വാക്യങ്ങളിലും മത്തായി 24-ാം അധ്യായം 30-ാം വാക്യങ്ങളിലും കാണുന്നു. ഇനി 2-ാം സ്വർഗം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും മണ്ഡലം എന്ന് അറിയപ്പെടുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, മാത്രമല്ല ഉൽപ്പത്തി 15-ാം അധ്യായം 5-ാം വാക്യത്തിലും അത് കാണുന്നു. 3-ാം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമുള്ള സ്ഥലം. അത് 2 കൊരിന്ത്യർ 12-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇനി എന്താണ് സ്വർഗം എന്ന് നോക്കാം. വേദപുസ്തകത്തിൽ സ്വർഗം, സ്വർഗങ്ങൾ എന്നീ പദങ്ങൾ ഏകദേശം 718 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വായുമണ്ഡലം, മേഘമണ്ഡലം, ആകാശവിധാനം, നക്ഷത്രമണ്ഡലം, ദൈവം അധിവസിക്കുന്ന സ്ഥലം എന്നിങ്ങനെ പല അർത്ഥത്തിൽ ഇത് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. എങ്കിലും സ്വർഗം എന്ന ഏകവചനത്തിലാണ് നാം സർവ്വസാധാരണമായി പറയാറുള്ളത്. അത് ഒന്നല്ല, അനേകമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇനി സ്വർഗത്തിന്റെ വിശേഷതകൾ എന്താണെന്ന് നോക്കാം. 1. സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. മറ്റൊന്ന്, സ്വർഗം ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യമാണ്. സ്വർഗത്തെ എൻ്റെ പിതാവിന്റെ ഭവനം എന്നാണ് യേശു ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. സ്വർഗം സ്വസ്ഥതയുടെ ഒരു സ്ഥലമാണ്. മാത്രമല്ല സ്വർഗത്തിന് പരദീസ എന്നും പേരുണ്ട്. സ്വർഗം ദൈവമഹത്വത്തിന്റെ സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്കേറെ സന്തോഷം നൽകുന്ന എല്ലാ വിശ്വാസികൾക്കുമായിട്ടുള്ള ഭാവി ഭവനമാണ് സ്വർഗം. ആകയാൽ ഈ സ്വർഗം പോകുവാൻ ഈ ലോക ജീവിതത്തിൽ വളരെ വിശുദ്ധിയോടും വേർപാടോടും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.